വണക്കം. സോപ്പിന്റെ പേര് ചന്ദ്രിക, ചന്ദനത്തിരിയുടെ പേര് സന്ധ്യ, അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞടങ്ങുന്നതിനും പെൺപേര് തന്നെ ശരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ചിന്താ ജെറോം ചേച്ചി എവിടെയായിരുന്നു എന്ന് പല ആൾക്കാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിലൂടെ ആയിരുന്നല്ലോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയത് മുതൽ ചിന്താ ജെറോം ചേച്ചിയെ കാണാനില്ല. ചേച്ചി എവിടെ പോയി? ചേച്ചി യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടാക്കി അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് കയറി ഇരുന്ന് ഒരു പണിയും ചെയ്യാതെ അവിടെ ചുമ്മാ AC അടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ചേച്ചി ചെയ്യുന്ന ആകപ്പാട പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വിവേക് പഠിക്കാത്ത സിനിമയിൽ പറയുന്നത് പോലെ ഡാണെന്ന ഒരു പടി ഏറണോ 10 പടി ഇറങ്ങണം എന്ന് പറയുന്നത് പോലെ യുവജന കമ്മീഷൻ അധ്യക്ഷയാണല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊടിവെച്ച കാറിൽ AC-യിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്. ചിന്താ ജെറോം ചേച്ചി അങ്ങനെ സോപ്പിന്റെയും ജീപ്പിന്റെയും കണ്ണാടിയുടെയും പരസ്യങ്ങളൊക്കെ ഏറ്റെടുത്ത് സെൽഫിയുടെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിലാണ് ചിന്താ ജെറോം ചേച്ചിയുടെ ശമ്പളം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ചേച്ചി തന്നെ പിണറായി സർക്കാരിന് കത്തയക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കാനില്ല ശമ്പളം, പിന്നെയാണ് ചിന്താ ജെറോമിന് എന്നായിരിക്കും പിണറായി വിജയൻ സർക്കാർ ആലോചിച്ചത്. പക്ഷേ നല്ല രീതിയിൽ പൊളൈറ്റായിട്ട് അഭ്യർത്ഥിച്ചായിരുന്നു ആ ശമ്പളത്തിന്റെ അഭ്യർത്ഥന ചേച്ചി നടത്തിയത്. അങ്ങനെ അഭ്യർത്ഥന നടത്തിയിട്ട് ആ കത്തൊക്കെ പുറത്ത് വന്ന് ആകപ്പാടെ നാറ്റ കേസായി മാധ്യമപ്രവർത്തകരെന്ന് ചോദിക്കാൻ പോയപ്പോൾ ഞാൻ അങ്ങനെ വായിക്കാറില്ല എന്നാണ് ചിന്താ ജെറോം ചേച്ചി പറഞ്ഞത്. പക്ഷേ അതൊക്കെ ചീറ്റി പണ്ടാൻ തുടങ്ങി. പക്ഷേ ഇതിവിടെ പറയാനായിട്ടുള്ള കാരണം ദ ചിന്താ ജെറോം റഫറൻസ്, അതിവിടെ പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ സംഭവമാണല്ലോ. ഇലക്ഷൻ സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുത്തിത്തിരിപ്പനായിട്ടുള്ള ആ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകൻ, മാധ്യമ നുണയനായിട്ടുള്ള അരുൺകുമാർ ഇപ്പോൾ പല ഭാഗത്തും ചർച്ചകൾ നടത്താറുണ്ട്. ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി BJP-ന്നും CPM-ന്നും കോൺഗ്രസിൽ ആൾക്കാരെയൊക്കെ നിരത്തി നിർത്തി ഓഡിറ്റിംഗ് എന്ന രീതിയിലും, അതായത് അവിടെയുള്ള MLA-മാരും MP-മാരും എന്ത് ചെയ്യും, എന്ത് ചെയ്തു, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച നടത്താറുണ്ട്. അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ ചേച്ചിയുടെ ഒരു പ്രതികരണം അതിഗംഭീരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ ആശുപത്രിയിൽ ഒരാളെ കൊണ്ട് അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ ഹൃദയവേദനയുമായിട്ട് ഒരാളെ കൊണ്ട് അഡ്മിറ്റ് ആക്കുക എന്ന് വയ്ക്കുക. ജയരാജനെ അല്ല, ജയരാജന്റെ ഹൃദയവേദന വേറെ വകുപ്പിൽ വരും. അപ്പോൾ നെഞ്ചുവേദനയായിട്ട് ഒരാളെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അവിടെയുള്ള ഡോക്ടർമാർ അവരെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. ഈ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത് ആ ആശുപത്രിയിൽ പാരസെറ്റമോളിന്റെ ഇഞ്ചക്ഷൻ ഇല്ല, IV സെറ്റ് ഇല്ല, ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷൻ ഇല്ല, അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. പോരാത്തതിന് 6 മണിക്ക് ശേഷം ആംബുലൻസ് ആണെങ്കിൽ പുറത്ത് വിടുകയില്ല കൊല്ലം കോർപ്പറേഷനിൽ എന്നും ഒരു ആരോപണം പുള്ളിക്കാരൻ ഉന്നയിച്ചു. ഉടനെ തന്നെ ചിന്താ ജെറോം ചേച്ചിയുടെ ഉള്ളിലെ സഖാവ് സട കൊടഞ്ഞ് എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റ ശേഷം ചിന്താ ജെറോം ചേച്ചി ഇങ്ങനെ ആക്രോശിച്ചു, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക്? ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇവിടെ പൊതിച്ചോറ് കൊടുക്കുന്ന നമ്മളാണ്. ഉടനെ തന്നെ നമ്മൾ അൻകുമാറിയുടെ ഇടപെട്ടു. അടങ്ങ് ചിന്തയെ അടങ്ങുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷനോ IV സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് വിട്ടു കൊടുക്കത്തില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷന് കെട്ടിയിട്ടിരിക്കുന്നത്? പക്ഷെ നാട്ടുകാർ അവിടെ നിന്നില്ല. നാട്ടുകാർ അതിഭീകരമായിട്ട് ബഹളം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഹൃദയവേദനയായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇനി 3 നേരം വെച്ച് പൊതിച്ചോറ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഈ ദേശാഭിമാനി മാത്രം ചിന്താ ചേച്ചി വായിക്കുന്ന ഒരു കുഴപ്പമാണ്. ചിന്ത ചേച്ചിയുടെ വാട്സപ്പിലെ സ്റ്റാറ്റസ് തന്നെ, അതായത് വാട്സപ്പിൽ നമ്മൾ എബൌട്ട് ഇടൂലേ, ആ എബൌട്ടിൽ തന്നെ ചിന്ത ചേച്ചി കൊടുത്തിരിക്കുന്നത് SFI ഈസ് മൈ ബേസിക് ക്വാളിഫിക്കേഷൻ എന്നാണ്. അങ്ങനെ SFI ബേസിക് ക്വാളിഫിക്കേഷൻ ആകുമ്പോൾ നമുക്ക് പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വയലോപ്പള്ളി വാഴക്കൊല ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചുകൊണ്ടിരിക്കും. പിന്നെ പോരാത്ത കഴിഞ്ഞ് വാഴ വയ്ക്കട്ടെ, വാഴ കൊലയ്ക്കട്ടെ, കൊല വെട്ടട്ടെ എന്നൊക്കെ നമ്മൾ പ്രബന്ധത്തിൽ ചിലപ്പോൾ എഴുതി വെച്ചെന്നിരിക്കും. അത് PhD-യുടെ കാര്യമാണ് എന്ന് നമ്മൾ ആലോചിക്കും. എന്തായാലും അത് ഭയങ്കരമായിട്ട് വലിയ രീതിയിലുള്ള ട്രോൾ മെറ്റീരിയൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രികളെല്ലാം കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതൊരു സത്യമാണ്. ഈ ദേശാഭിമാനി വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ചേച്ചി. ഈ ദേശാഭിമാനി എന്ന് പറയുന്നത് ഒരു പാരലൽ യൂണിവേഴ്സ് തന്നെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പത്രമാണ്. ഈ ലോകത്തൊന്നുമില്ലാത്ത വാർത്തകളാണ് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ബാക്കിയുള്ള പത്രങ്ങളും ദേശാഭിമാനിയും കൊടുത്ത വാർത്ത ഞാൻ ഡേറ്റ കണക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ പത്രങ്ങളിൽ നമുക്കൊരു വാർത്തയുണ്ട്. മലയാള മനോരമ ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട ശത്രു താണ്ടെ മസ്റ്ററിംഗ് മുടങ്ങി എന്ന് പറയുന്ന വാർത്ത അവരിന്ന് അവരുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് ആണ്, അങ്ങോട്ട് മാറുന്നില്ല. താണ്ടെ ഇനി
മാതൃഭൂമി സംശയം ഉണ്ടെങ്കിൽ ഇതാ നോക്കാം. മാതൃഭൂമിയിലും കൃത്യമായിട്ട് തന്നെ ഒരു അപ്പൂപ്പൻ കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് മാതൃഭൂമിയിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്താനായി ആലപ്പുഴ മുല്ലക്കൽ വാർഡിലെ പൊതുവിതരണ കേന്ദ്രത്തിൽ കാത്തിരുന്ന കാഴ്ച പരിമിതനായ പ്രേമൻ ചെല്ലപ്പൻ അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞതാ അടുത്തത്. മാധ്യമമാണെങ്കിൽ പിന്നെ പറയണ്ട, റേഷൻ മാസ്റ്ററിംഗ് അലങ്കോലമായടേ എന്നാണ് മാധ്യമം പറയുന്നത്. ഇനി ജന്മഭൂമി കുറച്ചുകൂടെ വിജൃംഭിച്ച രീതിയിൽ എഴുതിയിട്ടുണ്ട്, കേരളം പട്ടിണിയിലേക്ക് മാസ്റ്ററിംഗ് മുടങ്ങി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ദേശാഭിമാനി എടുത്ത് നോക്കാം. ദേശാഭിമാനി അത് എഴുതിയിരിക്കുന്നത് വ്യാജ പ്രചരണം മുടങ്ങി എന്നത് വ്യാജ പ്രചരണം. വെള്ളിയാഴ്ച റേഷൻ മസ്റ്ററിംഗ് ചെയ്തത് 4 ലക്ഷത്തിലധികം പേർ. അപ്പൊ ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു പാരലൽ യൂണിവേഴ്സാണ്. ബാക്കി എല്ലാ പത്രങ്ങളും പറഞ്ഞിരിക്കുന്നത് മസ്റ്ററിംഗ് മുടങ്ങി. അപ്പൂപ്പന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൂപ്പൻ തളർന്നിരിക്കുകയാണ്, കഴിച്ച പരിമിതമായിട്ടുള്ള അപ്പൂപ്പൻ. ഈ ദേശാഭിമാനിയിൽ തന്നെ നമുക്കറിയാലോ, കോവിഡിന്റെ സമയത്തും നോട്ട് നിരോധനത്തിന്റെ സമയത്തൊക്കെ നോട്ട് നിരോധനത്തിന് അവശരായിട്ടിരിക്കുന്ന അയ്യോ ഒട്ടും വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെ നോട്ട് നിരോധനത്തിന് നോട്ട് മാറിയെടുത്ത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കറണ്ട് കമ്പിയിൽ നിന്നും കറണ്ടേറ്റ് മരിച്ച അപ്പൂപ്പന്മാരുടെ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെയുള്ള വാർത്തകളൊക്കെ കൊടുത്ത് ദേശാഭിമാനി ഇങ്ങനെ വ്യാജ പ്രചരണം എന്ന് എഴുതിയിരിക്കണം. അപ്പൊ ദേശാഭിമാനിയുടെ ലൈനും കേരളത്തിലെ ബാക്കി മുഴുവൻ പത്രങ്ങളുടെ ഒരു ലൈനും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചി ദേശാഭിമാനി മാത്രം വായിക്കുന്നതിന്റെ ഒരു കുഴപ്പമാണെന്ന്. ഇനി ആരോഗ്യ മേഖലയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് വെറുതെ ആ ഓൺലൈനിൽ ഒന്ന് ചുമ്മാ ആ ഫോൺ എടുത്തൊന്ന് ഞോണ്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആരോഗ്യ മേഖലയിൽ മരുന്നില്ല എന്ന് പറയുന്ന ആരോപണം ഇതെവിടെ നിന്ന് കിട്ടി എന്നാണ് നമ്മുടെ ചേച്ചി ചോദിക്കുന്നത്. പക്ഷേ ഇത് കിട്ടാനായിട്ട് ഒരിടത്തും പോകണ്ട, ചുമ്മാ ഗൂഗിളിൽ തപ്പി നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുണ്ട്, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, പാലക്കാടും കോട്ടയത്തും മരുന്ന് ക്ഷാമം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്. ബീച്ച് ആശുപത്രിയിൽ ഡോക്ടറുണ്ട്, മരുന്നില്ല കോഴിക്കോട്. അതിനു മുമ്പ് കുടിശ്ശിക തരാതെ മരുന്നില്ല, കരാറുകാരുടെ കടുംപിടുത്തം എന്ന് പറഞ്ഞ് കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല, രോഗികൾ ദുരിതത്തിൽ, മാതൃഭൂമി ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് താലൂക്ക് ആശുപത്രികളിൽ മരുന്നില്ല, ഹീമോഫീലിയ രോഗികൾ ദുരിതത്തിൽ. ഇതും ചാലക്കുടിയിലാണ്. ഇങ്ങനെ ഉണ്ട് വാർത്ത. അടൂർ ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല, വിരിയുമില്ല എന്ന് പറഞ്ഞിട്ട് വാർത്ത മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് മരുന്നില്ല, സർക്കാർ ആശുപത്രിയിൽ പ്രതിസന്ധി രൂക്ഷം. ഇത് മലയാള മനോരമ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഫെബ്രുവരി 24, 2024 വാർത്തയാണ്. ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസമായിരുന്നു. ഇനി ഇതാണ് ആ വാർത്ത. ഒന്ന് സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. മനോരമ ഓൺലൈനിലെ വാർത്തയാണ്. കണ്ട മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം പടത്തിന് മമ്മൂട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ വാർത്തയാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ സമൂഹത്തിൽ പാറിപ്പറന്ന് നടക്കുന്നുണ്ടെന്ന് ചേച്ചി അറിയണം. ആ പാറിപ്പറന്ന് നടക്കുന്ന വാർത്തകൾക്കിടയിലൂടെ ചേച്ചി നടന്നു പൊതുജനങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ നല്ല രീതിയിൽ ട്രോളി വിടും എന്നുകൂടെ ചേച്ചി മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്, സോഷ്യൽ മീഡിയ യുഗമാണ്. ദേശാഭിമാനി പറയുന്നതെന്നും അല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ചേച്ചി മനസ്സിലാക്കി. മരുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു, അട്ടപ്പാടിയിൽ ആംബുലൻസ് എത്താത്തതുകൊണ്ട് പാവപ്പെട്ട ഒരു യുവാവിനെ ചുമന്നുകൊണ്ടുവരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. ഇതൊക്കെ ശ്രദ്ധയിൽ വിട്ട് കാണും. അട്ടപ്പാടിയെ സംബന്ധിച്ച് നേരത്തെയും വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീച്ചറമ്മ ഇരിക്കുമ്പോൾ പോലും അട്ടപ്പാടിയെ സംബന്ധിച്ച് ഒരു വാർത്ത ഇങ്ങനെ ദോഷൈക ദൃക്കുകൾ പ്രചരിപ്പിച്ച് വിടുന്നതായിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ദേശാഭിമാനി അങ്ങനെ പറഞ്ഞിട്ടില്ല. ചേച്ചി തെറ്റിദ്ധരിക്കണം, ദേശാഭിമാനി പറഞ്ഞിട്ടില്ല. ദേശാഭിമാനി അപ്പോഴും പറഞ്ഞത് കേരളത്തിൽ ന്യൂയോർക്ക് റോഡുകളും കേരളത്തിൽ ന്യൂയോർക്ക് നിലവാരമുള്ള നല്ല രീതിയിലുള്ള മയോ ക്ലിനിക്കുകളും ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ചേച്ചി തളരാൻ പാടില്ല, തകരാൻ പാടില്ല. വീണ്ടും ചേച്ചി സെൽഫികളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.